ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് വീണ്ടും ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മുടെ സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് പറയുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ, ഉപയോഗപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗമായിട്ട് പലതരത്തില് ദാരിദ്ര്യം, കഷ്ടപ്പാട്, വേദന അനുഭവിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. 9-ാം സങ്കീർത്തനത്തില് 18-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല, പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായിട്ട് അസ്തമിക്കുകയില്ല. കാരണം ദൈവമായ കർത്താവ് പാവപ്പെട്ട മക്കളുടെ അല്ലെങ്കിൽ മർദ്ദനം ഏറ്റുവാങ്ങുന്ന മക്കളുടെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന മക്കളുടെ സഹായമാണ്, അവരുടെ രക്ഷാകേന്ദ്രമാണ്. നമുക്ക് ഈ ഒരു വലിയൊരു വിശ്വാസം, ഒരു ആത്മീയമായിട്ടുള്ള ഉണർവ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടത അനുഭവിക്കുന്ന, ദാരിദ്ര്യവും വേദനകളും ദുഃഖങ്ങളും വേർപാടിന്റെ നൊമ്പരങ്ങളുമായിട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.